ഹലോ, ഇന്നത്തെ വ്ളോഗ് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് എടുക്കാമെന്ന് കരുതിയാണ് കേട്ടോ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നത്. അപ്പം നമ്മൾ നേരെ ലുലുവിലോട്ടാണ് കേട്ടോ പോകുന്നത്. കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തി കേട്ടോ. നമ്മൾ രാവിലെ തന്നെ പുറപ്പെട്ടു. നമ്മൾ ഇറങ്ങിയത് തന്നെ അധികം താമസിച്ചിട്ടായിരുന്നു കേട്ടോ. എനിക്കൊരു കേട്ടോ കുറച്ചധികം കൂടുതലാണ്. എനിക്ക് പക്ഷെ അത് മാറ്റാനും പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ നേരെ ചെന്നത് ഇങ്ങനെ ടോയ്സിൻ്റെയൊക്കെ ഒരു കളക്ഷനിലോട്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട് കഷ്ടകാലത്തിന് അങ്ങോട്ട് ചെന്ന് അവിടുന്ന് തിരിച്ചിറങ്ങാൻ കൊണ്ട് മോൻ സമ്മതിക്കുന്നുമില്ല കേട്ടോ. പിന്നെ അവന് വാങ്ങിയൊക്കെ കൊടുത്ത് അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇവൻ്റെ ബർത്ത്ഡേക്ക് പോകണമെന്നും പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പം ജസ്റ്റ് ഒരു ടൈമില്ലാത്ത കാരണം നമ്മളൊരു മൂവി കണ്ടിട്ട് ഇറങ്ങിയാണ് കേട്ടോ ചെയ്തത്. നമ്മൾ ഇത്തവണത്തെ ബർത്ത്ഡേ ഒന്നും നന്നായിട്ട് ആഘോഷിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എല്ലാ തവണയും അത്യാവശ്യം എല്ലാവരെയൊക്കെ വിളിച്ചിട്ട് അങ്ങനെയൊക്കെ ആഘോഷിക്കുമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അവനെ ലുലുലോട്ട് കൊണ്ടുവരാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ അത് അന്നേരം നടന്നില്ല. പിന്നെ നമുക്ക് പർച്ചേസിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ഈ ഒരു ടൈമിങ് നല്ലതാണെന്നും പറഞ്ഞ് നമ്മളങ്ങ് പോയിരുന്നു കേട്ടോ. പിന്നെ നേരെ അവർ ഗെയിമിൻ്റെയൊക്കെ സെക്ഷനിലോട്ടാണ് കേട്ടോ കയറിയത്. അപ്പോൾ കുറേ നേരം 1 hour 2 hour എങ്ങാണ്ട് അവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒട്ടുമിക്ക എല്ലാ ഇതിലും കയറി കേട്ടോ. അവന് പറ്റുന്ന എല്ലാത്തിലും കയറിയിട്ടുണ്ട്. വോയിസ് ഓവർ കൊടുക്കുന്ന എല്ലാ ടൈം എനിക്ക് പനിയോ ജലദോഷമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്. ഇപ്പം ചെറിയൊരു പനിയോ ജലദോഷമോ ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയുള്ളൊരു വല്ലാത്ത സൗണ്ട് ഇടയ്ക്ക്. പിന്നെന്താ ഇത് നല്ല നല്ല ഷെയ്ക്ക് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു പേടിയായിരുന്നു. പക്ഷേ അവൻ നല്ല കൂളായിട്ട് ഇന്ന് കളിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്തു. എനിക്ക് ആദ്യം നല്ല പേടിയായിരുന്നു ഇതിങ്ങനെ അനങ്ങുമ്പോൾ. ഇപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ നല്ലൊരു വ്യൂസോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നേരത്തെ റീച്ച് ആയി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പം നേരെ എൻ്റെ വ്യൂവേഴ്സും അല്ലെങ്കിൽ എല്ലാം കുറഞ്ഞു കേട്ടോ. എല്ലാം കുറഞ്ഞു. എന്താണെന്നറിയത്തില്ല. കുറച്ച് ദിവസം ഞാൻ വീഡിയോസ് ഇടാണ്ടിരുന്നു. അപ്പോൾ ആ ഒരു ഇതാണോയെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ ഒരു റൈഡ് മാൾ ഫുള്ള് ചുറ്റിക്കാണാൻ കേട്ടോ. ഇത് വലിയവർക്കുള്ളതാണ് കേട്ടോ, കുട്ടികൾക്കുള്ളതൊന്നുമല്ല. പിന്നെ എനിക്കിതിലൊക്കെ കയറാനൊരു പേടിയാണ് കേട്ടോ. ഏതിലെങ്കിലും ഒന്നിൽ കയറണമെന്ന് വെച്ചിരുന്നതാണ്. പക്ഷെ അത് നടന്നില്ല. എനിക്ക് പേടിയായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല. പിന്നെ ഫുഡ് ഉച്ചയൊക്കെ ആയി കേട്ടോ. നമ്മൾ അവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ രാവിലെ പോയതാണ്. ഉച്ചയൊക്കെ ആയി ഇവിടുന്ന് തിരിച്ച് ആ ഒരു സെക്ഷനിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല വിശപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ സ്റ്റുഡിയോയിലോട്ട് കയറി. അവിടുന്ന് കുറച്ച് ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ലെന്ന് കരുതി കേട്ടോ ഇത്തവണ. നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ കുറച്ച് ബാൻസോ അല്ലെങ്കിൽ ചപ്പൽ നോക്കി കേട്ടോ. ചപ്പൽ എനിക്ക് ഓക്കെ ആയില്ല. പിന്നെ അത് കഴിഞ്ഞ് ക്ലച്ചേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ എടുത്തോട്ടെ. പിന്നെ നേരെ പോയത് ഹൈപ്പറിലോട്ടാണ് കേട്ടോ. അപ്പോഴാണ് നമ്മളെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ടൈം എടുത്തു കേട്ടോ. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അവിടെ കയറി കഴിഞ്ഞാൽ ടൈം അറിയത്തില്ല. ഇപ്പോൾ തന്നെ നമ്മൾ രാവിലെ പോയാണ് കേട്ടോ. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 6-6:30 എന്തോ ആയെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ചായയോ എന്തെങ്കിലും കുടിച്ചോളാൻ വയ്യട്ടെ. എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് മുഷീന്ന ആ ഒരു ഇതായതുകൊണ്ട് എനിക്ക് തലവേദന എടുക്കും, അത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ അത് പേടിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ചായയോ എന്തെങ്കിലും കുടിക്കാനും കരുതിയാണ് കേട്ടോ. ചായയൊക്കെ കുടിക്കാൻ കയറി. നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പൊടിയാണ് കേട്ടോ. പിന്നെ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. എന്തൊരു വെറൈറ്റി ഉണ്ടായിരുന്നു, അരി വെച്ചിട്ടുണ്ടാക്കി. അത് മോന് വാങ്ങിക്കൊടുത്തു കേട്ടോ. പിന്നെ അവൻ വൈബ് അനുസരിച്ചിട്ട് അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ, ബൈ.